വേണം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഭഗവാൻ ഇത്രയും വലിയൊരു സൃഷ്ടാവാണ്. ഇതിനപ്പുറം ഒരു സൃഷ്ടി ഇവിടില്ല. കാരണം ഇതിനെ ഒന്നും ചികിത്സിക്കാൻ ആരെയും കൊണ്ടും പറ്റില്ല എന്ന് തെളിയുന്നത് ഈ പ്രോസ്റ്റേറ്റുകൾ അടികൂടാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1,40,00,000 അണുക്കളെല്ലാത്തിനും ഒരു അണുവിന്റെ കാര്യത്തെ ചിത്രം പറഞ്ഞില്ലേ, അതിലും ഭയങ്കര ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് മൂത്രദ്വാരം. സമ്മതിക്കല്ലോ. ഇവിടെയാണ് ശുക്ലസഞ്ചി. ഇതിലേക്ക് വരുന്നത് വൃഷണത്തിൽ. മനസ്സിലായല്ലോ. ഇവിടെ നിന്ന് വരുന്ന ശുക്ലം നേരെ ഇവിടെ കൊണ്ടുചെല്ലുന്നു. മനസ്സിലായോ? ഇതേന്ന് വരുന്നതാണ് നമ്മള് മൂത്രം ഇങ്ങനെ പോകുന്നു. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കാം. ഇവിടെ ഇങ്ങനെ വരയ്ക്കുന്ന ചോദ്യം മനസ്സിലാവാം, നല്ലോണം മനസ്സിലാകട്ടെ. ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് ഈ ഹോൾ അടയ്ക്കണം. ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പ്രോസ്റ്റേറ്റുകളാണ്. മനസ്സിലായോ? ഇവിടെ ഇരിക്കുകയാണ്. ഈ ഉത്തേജനം ഉണ്ടാകുന്ന സമയത്ത് ഇതങ്ങ് വികസിക്കും. വികസിച്ച് കഴിയുമ്പോൾ ഈ ഹോളങ്ങ് അടയും. പിന്നെ മൂത്രം താഴോട്ട് വരിക. ആ മൂത്രം താഴോട്ട് വരാതിരുന്ന് കഴിയുമ്പോൾ അപ്പൊ ഇതാണ് 4 ഗ്രാമാണ് ഇതിന്റെ വെയിറ്റ്. ഇത് വികസിച്ച് ഇതിന്റെ ഇരട്ടിയാവും. ആവുമ്പോഴും പിന്നെ മൂത്രം ഒരിക്കലും താഴോട്ട് വരത്തില്ല. ആ സമയം ഇതിനകത്തുനിന്ന് ഒരു ദ്രാവകം പുറപ്പെടുവിക്കും, ഒരു വെള്ളത്തിനടക്കുള്ള ഒരു ലിക്വിഡ്. ആ ലിക്വിഡ് ആദ്യം ഇതിനെ കൂടെ പോയ നമ്മുടെ മൂത്രത്തിൽ കൂടെ പോയ യൂറിക് ആസിഡ്, ആ യൂറിക് ആസിഡിനെ നിർവീര്യമാക്കിയാൽ മാത്രമേ ഇതിനകത്തൂടെ വീണ്ടും അണുക്കൾ ശുക്ലം പോകുമ്പോൾ അണുക്കൾ അതിനകത്ത് ജീവിച്ചിരിക്കുള്ളൂ. ആൽക്കലിക്കകത്തൂടെ ആസിഡിനകത്തൂടെ ഈ അണുക്കൾ പോയാൽ അവൻ ജീവിക്കില്ല. അതിന് പോലീസിലെ മന്ത്രിമാര് പോകുന്നതിന്റെ പോലെ പൈലറ്റ് പോകുന്നത് പോലെ, പൈലറ്റ് പോലീസുകാർ പോകുന്ന ജീപ്പ് കൊണ്ട് ആദ്യം, അതുപോലെ ഈ വെള്ളം, ഈ കൊഴുത്ത വെളുത്ത പച്ചവെള്ളം പോലെയുള്ള ആ ദ്രാവകം ഇതിലേക്കൂടെ വന്ന് ആദ്യമേ ഈ റൂട്ട് ക്ലീൻ ചെയ്യുന്നു ആൽക്കലി കൊണ്ട്. അതിനുശേഷമേ ഈ അണുക്കൾ അതിലൂടെ പോയാൽ ജീവനോട് ഇരിക്കുള്ളൂ. അല്ല, മനസ്സിലായോ പറഞ്ഞത്? സംശയം വല്ലതും ഉണ്ടോ? ഇല്ല. ഇത്രയും വലിയൊരു സൃഷ്ടി പുള്ളിക്ക് നടത്താൻ പറ്റുമെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടിയും പുള്ളിക്ക് അറിയാൻ ചെയ്യാൻ, അതിനെ ഒന്ന് ഉപദ്രവിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതെന്തൊരു പ്രോസസ് ആണുങ്ങൾക്ക് കൊള്ളുവാൻ അല്ലേ? ഇത്രയും വലിയ അപ്പൊ ഇതിന്റെ പ്രവർത്തനം നടന്നില്ലേലും ശരി, ഇതുണ്ടാവുന്നത് 45-50 വയസ്സിന് മേലുള്ള ആണുങ്ങൾക്ക് ഇതുണ്ടാവുള്ളൂ. ഇതിന്റെ പ്രവർത്തനം നടന്നില്ലേലും കൊച്ചുണ്ടാവില്ല. കാരണം ആദ്യം അതിൽ കൂടെ പോകുമ്പോൾ യൂറിക് ആസിഡിനകത്തോടാണ് ഇത് പോകുന്നതെന്നുണ്ടെങ്കിൽ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലോണം മനസ്സിലാക്കി വെക്കുന്നത്. അതിന്റെ നീർവീഴ്ചയ്ക്ക് ഇതിൽ വീങ്ങമേ ഉണ്ടാവുള്ളൂ. വീങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കുഴപ്പം. മൂത്രം പോയാൽ അവിടെ ഹോൾ അടഞ്ഞിരിക്കല്ലേ. ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വികസിക്കുന്നത് കൊണ്ട് ഇവൻ വികസിച്ചപ്പോ ഈ ഓളം നടന്നില്ലേ, അപ്പൊ ഇത് വികസിച്ച് തന്നെ ഇരിക്കുന്നവർ ചുരുങ്ങരിച്ചിരി പാടുക. അപ്പോഴാണ് ഈ മൂത്രം പോകുമ്പോൾ ചുടിച്ചിലുണ്ടാവും. മൂത്രം വിട്ടു പോകും. നീറ്റലും ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് 40-50 വയസ്സിന് മേളിലേ ഈ അസുഖം കൂടുതലും കാണത്തുള്ളൂ. അതിന് താഴോട്ടുള്ളവർക്ക് ഇത് ഉണ്ടാവാറില്ല. അപൂർവങ്ങളിൽ അപൂർവമാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇത് ഒരു കാരണവശാലും അവിടെ ക്യാൻസർ പിടിക്കില്ല. അത് വീർത്തം തേച്ച് ഇത്രയും എളുപ്പമുള്ളൂ. അതിനെഴുതിക്കൊള്ളുക മരുന്ന്. ഇതിന്ന് മിക്കവാറും ഉള്ളവർക്കുള്ള അസുഖമാണ്. വീട്ടിൽ മിക്കവാറും എല്ലാവർക്കും ഉള്ളൊരു അസുഖമാണ്. നമ്മുടെ വീട്ടിലെ അച്ഛന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ മിക്കവാറും എല്ലാവർക്കും ഇങ്ങനെ ഓരില വേര്, മൂവില വേര്, ചെറുവഴുതന വേര്, വെൺവഴുതന വേര്. ഇനി ചെറുവഴുതനയും വെൺവഴുതനയും അത് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ ഇത് കഴിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ മാർക്കറ്റിൽ കിടക്കുന്ന സകലമായ ചെറുവഴുതനയും വെൺവഴുതനയും നമ്മളെ വീട്ടിൽ വളർത്തുന്ന വഴുതന തീരുമ്പോ അത് പറിച്ചുകൊണ്ട് വെച്ചിരിക്കുക. അല്ല, മനസ്സിലായ? നടുന്നവരും ഈ ആയുർവേദത്തിന്റെ പറ്റി അറിയാവുന്നവരും ഇത് നിൽക്കുന്നത് കണ്ടിട്ട് വേണം കടകളിൽ പോയി ചെറുവഴുതനയും വെൺവഴുതനയും മേടിക്കരുത്.
അത് അവിടെ ചെന്ന് ചോദിച്ചാൽ കിട്ടും. ചെറുപഴുതിനെ എന്ന് പറയുന്ന സാധനമുണ്ട്. വെൺപഴുതിനാകുമ്പോൾ ഇച്ചിരി നീളം കൂടുതലാണ്, വണ്ണം ഇച്ചിരി കൂടും. ചെറുപഴുതിനാണ് ഇച്ചിരി നീളമുള്ളതാണ്, ഇതിനെ ഉരുണ്ടല്ലിരിക്കുന്നത്, അതിന് ഇച്ചിരി നീളമാണ്, മറ്റേ ഇച്ചിരി വണ്ണം കൂടുതലാണ്. ചെറുപഴുതിനെയും വെൺപഴുതിനെയും എന്ന് പറയും. രണ്ടിന്റെയും കളർ മഞ്ഞയാണ്. അതിന്റെ വേരാണ് വേണ്ടുന്നത്. വേര് 15 ഗ്രാം വീതം എന്ന് പറഞ്ഞാൽ 4 കൂടെ 60 ഗ്രാം. കുറച്ച് കൂടുതൽ പൊടിച്ചു വെക്കുക, എന്നിട്ട് 60 ഗ്രാം എടുക്കുക. എടുത്തിട്ട് 1 ഗ്ലാസ് പശുവും പാലില് പൊടിച്ചു വെക്കുക. 1 ഗ്ലാസ് പശുവും പാലില് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് പറ്റിച്ച് പാലളവാക്കണം. 1 ഗ്ലാസ് ആക്കണം. 300 ml പറഞ്ഞിരിക്കുന്നത്. 300 ml 1 ഗ്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് 300 ml. അങ്ങനെ തന്നെ എഴുതിക്കോളൂ, 300 ml. അപ്പൊ 900 ml വെള്ളം കൂടെ ഒഴിക്കണം. എന്നിട്ട് അതിന് 300 ml ആക്കണം. ആക്കിയിട്ട് 150 ml വെച്ച് രാവിലെ വൈകിട്ട് അരിച്ചു കുടിക്കുക. ഒരു 21 ദിവസം കുടിച്ചാൽ നിങ്ങൾ ഈ ക്യാൻസർ പോയി. 300 ml ആക്കണം. ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച പാലിന്റെ അളവിലാക്കണം. ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ക്യാൻസറിനെ കൊണ്ട് കീറുന്നതിന് മുമ്പിട്ട് ഒരു 21 ദിവസം ഇതൊന്ന് പരിശോധിച്ചിട്ട് പോയിട്ട് നിങ്ങളൊന്ന് കീറും. എത്ര പേർക്ക് ഞാൻ കൊടുത്തെന്നറിയോ? നിങ്ങൾക്ക് എത്ര പേരെ തരാമെന്നറിയോ ഇത് മാറിയവരെ? 2 നേരമായിട്ട്. ഇത് 1 ദിവസത്തേക്കുള്ളതാണ്. അങ്ങനെ 21 ദിവസം കഴിക്കും. പിന്നെ ഒരു കാര്യം ഉറപ്പുവരുത്തി ചെയ്യണം, ചെറുപഴുതിനെയും വെൺപഴുതിനെയും ഒറിജിനലായിരിക്കും. ഇല്ലെങ്കിൽ പ്രയോജനം കിട്ടും. ഈ ഇടയ്ക്ക് വന്നപ്പോൾ ഞാൻ ഗോതമ്പ് നിലത്ത് നമ്മളെ സർക്കാരിന്റെ ആരോമാറ്റിക് റിസർച്ച് സെന്ററിൽ കിട്ടാൻ ഞാൻ മേടിപ്പിച്ചു. അവിടെ എന്റെ സാധനം, അവിടെ അരി കിട്ടും. 100 ഗ്രാമിന് 300 രൂപയാണ് ആ അരിക്ക് വില. പക്ഷേ അവര് വേര് കൊടുക്കുന്നത് 1 കിലോയ്ക്ക് 75 രൂപയ്ക്കാണ്. 1 കിലോ. നമുക്ക് 1 കിലോ ഒന്നും വേണ്ട. പക്ഷേ അത് കണ്ടുപിടിക്കുകയും പോയി പിടിക്കുകയും ചെയ്ത് കാണുന്നതാണ് ഇമ്പോർട്ടന്റ്. മനസ്സിലായല്ലോ? ഇനി ഞാൻ പാലിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്താണ് ഒരു കാരണവശാലും പാല് കുടിക്കരുതെന്ന് പറഞ്ഞാൽ? നിങ്ങൾ എനിക്ക് പാലിനകത്ത് ഭയങ്കര പഴപ്പാണ്. ഈ പാല് കുടിക്കുന്ന ആൾക്കാർക്ക് എല്ലാം മുടി കൊഴിയാണ്. ഈ പാല് കുടിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അസിഡിറ്റി ഉണ്ടാവുകയാണ്. ഒന്നാമത് ഈ കൃത്രിമം. നല്ല പാല് കുടിച്ചാലുള്ള കഥ എന്താണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് മുമ്പോട്ട് പോകണ്ട. കുഴപ്പമില്ലല്ലോ. ഒരു പശുക്കുട്ടി പ്രസവിച്ചു വീഴുന്ന എത്ര കിലോ വെയിറ്റുണ്ട്? ഒരു 10 കിലോ മുതൽ 20 കിലോ വരെ വെയിറ്റുണ്ട്, ഇല്ലേ? ഒരു മനുഷ്യക്കുട്ടി പ്രസവിച്ചു വീഴുമ്പോൾ എത്ര കിലോ വെയിറ്റുണ്ട്? 2.5 കിലോ മുതൽ 4 കിലോ വരെ പോയി, ഇല്ലേ? ഒരു മനുഷ്യക്കുട്ടി ഇരട്ടി വെയിറ്റ് ആവാൻ 6 മാസം മതി. ഒരു മനുഷ്യക്കുട്ടി ഇരട്ടി വെയിറ്റ് ആവാൻ. ഒരു പശുക്കുട്ടിയുടെ ഇരട്ടി വെയിറ്റ് ആവാൻ 1.5 മാസം, 6 ആഴ്ച. പശുക്കുട്ടി ജീവിച്ചിരിക്കുന്നത് 20 വയസ്സ് വരെ അതിന്റെ ഇടപാടുള്ളൂ. നമുക്ക് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. അപ്പൊ അതിന്റെ തള്ള ഉണ്ടാക്കുന്നതായ പാല് ഈ പശുക്കുട്ടിക്ക് 20 വയസ്സ് വരെ ജീവിച്ചിരിക്കാനുള്ളതായ ഹോർമോണാണ്. സമ്മതിക്കാമല്ലോ? സംശയം വല്ലതും ഉണ്ടോ? ആ പാല് കുടിച്ചാൽ 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് ശരിയാവൂ? കോമൺ സെൻസ്.